أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. سل بني إسرائيل كم آتيناهم من آية بينة ومن يبدل نعمة الله من بعد ما جاءته فإن الله شديد العقاب. زين للذين كفروا الحياة الدنيا ويسخرون من الذين آمنوا والذين اتقوا فوقهم يوم القيامة والله يرزق من يشاء بغير حساب. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബഖറയിലെ 212, 213 വചനങ്ങളാണ് ഇവിടെ പാരായണം ചെയ്യപ്പെട്ടത്. ഇതിൻ്റെ അർത്ഥം ഇപ്രകാരമാണ്: ഇസ്രായേൽ സന്തതികളോട് ചോദിക്കുക, സ്പഷ്ടമായ എത്രയെത്ര ദൃഷ്ടാന്തങ്ങളാണ് നാം അവർക്ക് നൽകിയത്. അള്ളാഹുവിൻ്റെ അനുഗ്രഹം തനിക്ക് വന്നു കിട്ടിയ ശേഷം ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ട് വല്ലവനും അത് മാറ്റിമറിക്കുന്നതായാൽ തീർച്ചയായും അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാകുന്നു. ഇനി 213 ആയത്തിൻ്റെ അർത്ഥം നോക്കാം. അവിശ്വാസികൾക്ക് ഇഹലോക ജീവിതം കൗതുകകരമായി കാണിക്കപ്പെട്ടിരിക്കുന്നു. വിശ്വാസികളെ അവർ പരിഹസിക്കുകയും ചെയ്യുന്നു. എന്നാൽ സൂക്ഷ്മത പാലിക്കുന്നവരാകട്ടെ പുനരുദ്ധാന നാളിൽ അവരുടെ മേലെ ആയിരിക്കും. അള്ളാഹു താൻ ഉദ്ദേശിക്കുന്നവർക്ക് കണക്കില്ലാതെ അനുഗ്രഹങ്ങൾ നൽകുന്നു. ഇവിടെ 212 ആയത്തിൻ്റെ തഫ്സീർ നോക്കുകയാണെങ്കിൽ ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇവിടെ അള്ളാഹു യഹൂദികളെയാണ് അഭിസംബോധന ചെയ്തിരിക്കുന്നത്. അതായത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തെക്കുറിച്ച് ഒരു പ്രവചനമുണ്ടായി. ആ ഒരു പ്രവചനത്തെക്കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അതായത് അള്ളാഹു ഈ ആയത്തിൽ പറയുകയാണ്, നിങ്ങൾക്ക് ഞാൻ എത്രയെത്ര അനുഗ്രഹങ്ങളാണ് തന്നത്, എത്രയെത്ര ദൃഷ്ടാന്തങ്ങളാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നത്, എന്നിട്ടും നിങ്ങളത് തട്ടിക്കളഞ്ഞാൽ തീർച്ചയായും നിങ്ങളെ അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നതാണ്. എന്നിട്ടിതിലൂടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനുണ്ടായ ആ പ്രവചനത്തിന് അർഹൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണെന്ന് അള്ളാഹു സ്ഥാപിക്കുകയാണ്. അതിനാൽ ഇതേ തുടർച്ചയായി അള്ളാഹു വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ 150 ആയത്ത് അവതരിപ്പിച്ചുകൊണ്ട് പറയുകയാണ്, വമിൻ ഹൈസു ഖറജ്ത ഫവല്ലി വജ്ഹക ഷത്റൽ മസ്ജിദുൽ ഹറാം. അതായത് നീ എവിടെ നിന്ന് പുറപ്പെട്ടാലും മസ്ജിദുൽ ഹറാമിൻ്റെ, അതായത് കഅബയുടെ നേർക്ക് നിൻ്റെ മുഖം തിരിക്കുക. ഇവിടെ ഖറജ്ത, അതായത് നീ പുറപ്പെട്ടു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ എവിടെ നിന്ന് പുറപ്പെട്ടാലും മുസ്ലിങ്ങൾക്ക് നമസ്കാരത്തിൽ കഅബയെ അഭിമുഖീകരിക്കൽ നിർബന്ധമാണ് എന്നാണ്. ഇതിൻ്റെ മറ്റൊരർത്ഥം ഖുറൂജ് എന്ന പദം പ്രധാനമായും യുദ്ധത്തിന് വേണ്ടിയാണ് പ്രയോഗിക്കാറുള്ളത്. അതായത് അള്ളാഹു ഈ ആയത്തിലൂടെ മുസ്ലിങ്ങൾക്ക് അറിയിച്ചു കൊടുക്കുകയാണ്, നിങ്ങൾ യുദ്ധം ചെയ്യാൻ നിർബന്ധിതരാകും. അത്തരം സന്ദർഭങ്ങളിൽ നിങ്ങളുടെ ലക്ഷ്യം കഅബയെ സംരക്ഷിക്കലാണ്. ഇതിലൂടെ അള്ളാഹു മക്ക വിജയത്തെ സംബന്ധിച്ചിട്ടുള്ള പ്രവചനമാണ് നൽകുന്നത്. മക്കയിൽ സത്യനിഷേധികൾക്ക് ആധിപത്യവും ഭരണവും ഉണ്ടായിരിക്കുകയും മുസ്ലിങ്ങൾ മദീനയിൽ അഭയം തേടിയിരിക്കുകയും ചെയ്തിരുന്ന ഒരു കാലത്താണ് ഈ പ്രവചനമുണ്ടായത്. അതായത് മക്ക കീഴടക്കുന്ന ഒരു കാലം വരുമെന്നും അന്ന് ബൈത്തുല്ലയിലേക്കുള്ള, അതായത് കഅബയിലേക്കുള്ള വഴികൾ നിങ്ങൾക്ക് പൂർണ്ണമായും തുറക്കപ്പെടുമെന്നും അള്ളാഹു തൻ്റെ വെളിപാടിലൂടെ അന്ന് അറിയിച്ചു. പിന്നീട് ഇതേ സന്ദർഭത്തിൽ തന്നെ ഹുദൈബിയ സന്ധിയെക്കുറിച്ചുള്ള പ്രവചനവും അള്ളാഹു നൽകി. കാരണം ഉംറ ചെയ്യുന്നതിൽ നിന്ന് നിങ്ങൾ തടയപ്പെടുകയാണെങ്കിൽ എന്തു ചെയ്യണമെന്ന് അന്ന് വിവരിക്കപ്പെട്ടിരുന്നു. അതായത് ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ ഉംറ നിർവഹിക്കുന്നതിൽ നിന്ന് തടയപ്പെടുമെന്ന് മുൻകൂട്ടി അള്ളാഹു അറിയിച്ചിരുന്നു എന്നർത്ഥം. അതുപോലെ തന്നെ മല്ലം യക്കുൻ അഹ്ലുഹു ഹാദിരിൽ മസ്ജിദുൽ ഹറാം എന്ന സൂചനയിൽ അടങ്ങിയിരിക്കുന്നത് മക്ക ഒരു ദിവസം നിങ്ങളുടെ വീടായി മാറുമെന്നാണ്. ഈ വചനങ്ങളുടെ സാരം മക്കയുടെ വാതിലുകൾ നിങ്ങൾക്കായി തുറക്കപ്പെടുമെന്നും നിങ്ങളവിടെ സമാധാനത്തോടെ പ്രവേശിക്കുമെന്നുമാണ്. അതുകൊണ്ട് മക്ക വിജയത്തിന് മുമ്പ് തന്നെ അള്ളാഹു പറഞ്ഞു, ഫഇദാ അമിൻതും, അതായത് നിങ്ങൾ സുരക്ഷിതരായി കഴിഞ്ഞാൽ പ്രാർത്ഥനകൾ നിർവഹിക്കുക.
ഈ പ്രവചനങ്ങളോടൊപ്പം ഇസ്രായേൽ സന്തതികളെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നത്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യസന്ധതയ്ക്ക് നാം എത്രത്തോളം തെളിവുകൾ നൽകിയിട്ടുണ്ടെന്ന് അവരോട് ചോദിക്കാനാണ്. മക്ക വിജയത്തെക്കുറിച്ചുള്ള ഈ പ്രവചനം മാത്രം മതി അദ്ദേഹം അള്ളാഹുവിൻ്റെ സത്യസന്ധനായ പ്രവാചകനാണെന്ന് തെളിയാൻ. അള്ളാഹു നൽകിയ മഹത്തായ അനുഗ്രഹമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ഇസ്ലാമിനെയും തള്ളിക്കളയുകയും അതിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നവർക്ക് അള്ളാഹു കഠിനമായ ശിക്ഷ നൽകും. മക്ക വിജയത്തോടെ യഹൂദർ വലിയ അപമാനവും നാശവും നേരിടേണ്ടി വന്നു. ഈ വചനത്തിന് മറ്റൊരു വശം കൂടി നോക്കുകയാണെങ്കിൽ, യഹൂദികൾക്ക് അള്ളാഹു മുമ്പ് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിരുന്നു. എന്നാൽ അവർ നന്ദികേടാണ് കാണിച്ചത്. അവരെ നേർവഴിക്ക് നയിക്കാൻ തുടർച്ചയായി പ്രവാചകന്മാരെ അയച്ചെങ്കിലും അവർ പ്രവാചകന്മാരെ നിഷേധിക്കുകയും എതിർക്കുകയും ചെയ്തു. ചില പ്രവാചകന്മാരെ അവർ വധിക്കുകയും ചെയ്തു. ഇത് ദൈവാനുഗ്രഹത്തോടുള്ള വലിയ നന്ദികേടായിരുന്നു. ഇതിൻ്റെ ഫലമായി അള്ളാഹു അവരിൽ നിന്ന് പ്രവാചകത്വമെന്ന പദവി തിരിച്ചെടുത്തു. ദൈവാനുഗ്രഹങ്ങളെ ബഹുമാനിക്കാത്തവരിൽ നിന്ന് അത് നീക്കം ചെയ്യപ്പെടുകയും അവർ ദുഃഖത്തിലും ശിക്ഷയിലും അകപ്പെടുകയും ചെയ്യും എന്നതാണ് അള്ളാഹുവിൻ്റെ രീതി. ഇനി 213 ആയത്തിൻ്റെ തഫ്സീർ നോക്കുകയാണെങ്കിൽ, ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു അൻഹു തഫ്സീർ കബീറിൽ പറയുകയാണ്, ഈ ആയത്തിലും സത്യനിഷേധികളെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. അതായത് അള്ളാഹു പറയുകയാണ്, അവർക്ക് ഈ പ്രവചനങ്ങളുടെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. കാരണം ഈ ലോകത്തിൻ്റെ ആകർഷണങ്ങളും ആഡംബരങ്ങളും അവരുടെ മുന്നിലുണ്ട്. അധികാരത്തിൻ്റെയും സമ്പത്തിൻ്റെയും ലഹരി അവരുടെ കണ്ണുകളെ മറച്ചിരിക്കുകയാണ്. ഞങ്ങൾ എങ്ങനെയാണ് മുസ്ലിങ്ങളോട് തോൽക്കുക എന്നാണ് അവർ ചിന്തിക്കുന്നത്. അവർ ഈ പ്രവചനങ്ങളെ പരിഹസിക്കുകയും മുസ്ലിങ്ങളെ കളിയാക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് ലഭിക്കുമെന്ന് പറയുന്ന ആ പ്രതിഫലം എവിടെയാണ്? ഞങ്ങൾക്കിപ്പോൾ തന്നെ എല്ലാം ലഭിക്കുന്നുണ്ടല്ലോ എന്നവർ പരിഹസിച്ചു പറയുന്നു. എന്നാൽ ഒരു ദിവസം വരും, അന്ന് അള്ളാഹു എങ്ങനെയാണ് മുസ്ലിങ്ങൾക്ക് വിജയവും ആധിപത്യവും നൽകുന്നതെന്നും സത്യനിഷേധികളെ എങ്ങനെയൊക്കെ തരം താഴ്ത്തുമെന്നും അവർക്ക് മനസ്സിലാകും. അതുകൊണ്ട് അള്ളാഹു ഇപ്രകാരം വിശുദ്ധ ഖുർആനിൽ പറയുന്നു, വല്ലസീന തഖൗ ഫൗഖഹും യൗമൽ ഖിയാമ. അതായത് സൂക്ഷ്മത പാലിക്കുന്നവർ പുനരുദ്ധാന നാളിൽ സത്യനിഷേധികളെക്കാൾ ഉന്നതരായിരിക്കും. പരലോകത്ത് സത്യനിഷേധികൾ നരകത്തിലും വിശ്വാസികൾ സ്വർഗത്തിലുമായിരിക്കുമ്പോൾ വിശ്വാസികൾക്ക് എന്നും മേൽക്കൊഴിമ ഉണ്ടായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അവിടെ നരകവാസികൾക്ക് ഒരിക്കലും സ്വർഗവാസികളെക്കാൾ മുകളിൽ വരാൻ കഴിയില്ല. എന്നാൽ ഈ ആയത്തിൽ പറയുന്ന ഖിയാമത്ത് അഥവാ പുനരുദ്ധാനം എന്നതുകൊണ്ട് മക്ക വിജയത്തിൻ്റെ ദിവസത്തെയും ഉദ്ദേശിക്കുന്നുണ്ട്. അന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വലിയ വിജയവും സത്യനിഷേധികൾക്ക് കനത്ത പരാജയവും ലഭിച്ചു. ലോകം അന്ന് ആ അത്ഭുത കാഴ്ച കണ്ടു. ഒറ്റപ്പെട്ടവനും നിസ്സഹായനും ശത്രുക്കളുടെ പീഡനത്തിന് ഇരയുമായിരുന്ന ആ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭരണാധികാരിയായി മാറുകയും വലിയ രാജാക്കന്മാരും അധികാരികളും അദ്ദേഹത്തിന് മുമ്പിൽ കീഴടങ്ങുകയും ചെയ്തു. ഈ ആയത്തിൽ വല്ലസീന തഖൗ എന്ന ഭാഗത്ത് വിശ്വാസികളെ ഒരു കാര്യം കൂടിയാണ് ഓർമ്മിപ്പിക്കുന്നത്. അതായത് ശത്രുക്കളുടെ മേൽ യഥാർത്ഥ വിജയം നേടാൻ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് തഖ്വ അഥവാ ദൈവഭക്തിയാണ്. തീർച്ചയായും വിശ്വാസം വിലമതിക്കാനാവാത്ത ഒന്നാണ്. പക്ഷേ ആ വിശ്വാസത്തിനനുസരിച്ചുള്ള പ്രവർത്തികളില്ലെങ്കിൽ ദൈവത്തിൻ്റെ മുമ്പിൽ അതിന് യാതൊരു വിലയുമുണ്ടാവില്ല. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ബാക്കി തഫ്സീർ അടുത്ത ദർസിൽ വിശദീകരിക്കുന്നതായിരിക്കും. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.